പ്രധാനമന്ത്രി നാഗ്പൂരിലെ RSSന്റെ കേന്ദ്ര കാര്യാലയം സന്ദർശിച്ചത് ഒരു വലിയ വാർത്തയായിരിക്കും. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടി അവിടെ ഒരു നേത്രാലയം, ഒരു ആശുപത്രിയുടെ തറക്കല്ലിടലാണ്. അതവിടെ നിൽക്കട്ടെ, അതിപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയൊക്കെ പോയി തറക്കല്ലിടാറ്, തെറ്റില്ല. പക്ഷെ 2000-ന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ RSSന്റെ കേന്ദ്രം സന്ദർശിക്കുന്നത്. ഇത് വളരെ പ്രധാനമാണ്. 2000-ൽ അടൽ ബിഹാരി വാജ്പേയി പോയതാണ് ഇതിനു മുമ്പുള്ള ഒരവസരം. ഈ അവസരം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറയുന്നത് തനിക്ക് മാറണം, പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറണം, ഇനി എന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്കോ മറ്റു കാര്യത്തിലേക്കോ കൊണ്ടുപോകരുത് എന്നും അപേക്ഷിക്കാനാണ്, അല്ലെങ്കിൽ പറയാനാണ്. പുതിയ ആളെ നിങ്ങൾ കണ്ടെത്തണം എന്ന് പറയാനാണ് എന്നാണ് സഞ്ജയ് റാവത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരിയാവാൻ തെറ്റാവാൻ നമുക്ക് പറയാൻ പറ്റില്ല. ശിവസേന മഹാരാഷ്ട്രയിലെ ഒരു കക്ഷിയാണ്, RSSനെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ്, ഒക്കെയാണ്. പക്ഷെ പ്രധാനമന്ത്രി മാറണം എന്ന് RSS പറഞ്ഞുവോ, പ്രധാനമന്ത്രി RSSനോട് പറഞ്ഞുവോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. കൂടെ സഞ്ജയ് റാവത്ത് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരാളാവും എന്നാണ്. അതാരാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ പലരും ഉണ്ട്. നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകൾ മഹാരാഷ്ട്രയിൽ, നാഗ്പൂരിലെ MP ആണ് നിതിൻ ഗഡ്കരി, RSS കേന്ദ്ര ആലയം നിൽക്കുന്ന സ്ഥലത്തെ. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹമാവാം. അതൊക്കെ RSS തീരുമാനിക്കുന്ന ആളെ BJPയുടെ പ്രധാനമന്ത്രിയായി വരൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സംഘപരിവാറിന്റെ ഏറ്റവും ശക്തി കേന്ദ്രം RSS തന്നെയാണ്. RSSന്റെ ആശയപരമാണ്. RSSന്റെ ആശയത്തോട് നമുക്കൊക്കെ പൂർണ്ണമായി വിയോജിപ്പുള്ളപ്പോഴും പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, രാജ്യത്തെ എന്താണ് ആൽമരമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആധുനീകരണത്തിന്റെ ആൽമരം കൊണ്ടുപോകുന്ന ഒരു ആൽമരമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആൽമരം ആധുനീകരിക്കാത്ത നിൽക്കുന്നതാണ്. എന്ത് ആധുനീകരണമാണ് RSS നടത്തുന്നത് നമുക്കറിയില്ല. ഒരു പുതിയ യന്ത്രങ്ങൾ സ്ഥാപിച്ചോന്നും എനിക്കറിയില്ല, കണ്ടുപിടിച്ചൊന്നും അറിയില്ല. അപ്പൊ പ്രശ്നം പ്രധാനമന്ത്രി ഒഴിയുമോ? 2029 ഇനി 5 കൊല്ലമുണ്ട്, 4-5 കൊല്ലത്തോളം ഉണ്ട്. അതിനകത്ത് പ്രധാനമന്ത്രി ഒഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. കാരണം അത് ഇപ്പം തീരുമാനിക്കാൻ പറ്റില്ല. താൻ ഒഴിയണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്ന രൂപത്തിൽ. ഇതിന് അദ്ദേഹം സഞ്ജയ് റാവത്ത് പറഞ്ഞൊരു കാര്യം ഫട്നാവിസിനോട് ചോദിച്ചു, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഇത് മാറുമോ എന്ന് എനിക്കറിയില്ല, തീരുമാനമായിട്ടില്ല 29-ൽ ആരായിരിക്കുമെന്ന്. തീരുമാനമായിട്ടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായ മറുപടിയാണ്. 2029 തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കുമെന്ന് ഇപ്പൊ പറയേണ്ട ഒരു കാര്യമില്ല ഒരു രാഷ്ട്രീയ കക്ഷിക്ക്. സംഘപരിവാർ അവരുടെ രീതികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ പ്ലാൻഡാണ് സംഘപരിവാറിന്റെ ഓരോ നടപടികൾ. ആ നടപടികൾ വളരെ ആസൂത്രിതമാണ്. കഴിഞ്ഞ 100 കൊല്ലമായി ഇന്ത്യയിൽ അവരുടേതായ ആധിപത്യം കൊണ്ടുവരുന്ന രൂപത്തിലുള്ള എല്ലാ പ്ലാനിങ്ങും പലതരത്തിലുള്ള തലകൾ ഉപയോഗിച്ച് അവർ ചെയ്യുന്നുണ്ട്. അതിലൊരു തല മാത്രമാണ് BJP, രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഹെഡാണ്. അപ്പൊ അതുകൊണ്ട് RSS തീരുമാനിക്കുന്ന ആൾ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇത്തരത്തിലൊരു വ്യാഖ്യാനം ഇതിന് കൊടുക്കണമോ? RSS കാര്യാലയം ഒരു സംഘപരിവാറിലെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിൽ എന്താ വാർത്ത എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അത് ഇങ്ങനെ വ്യാഖ്യാനം വരുമ്പോൾ അതൊരു വാർത്തയാവും എന്നതുകൊണ്ടാണോ വന്നു എന്നറിയില്ല. ഏതായാലും പ്രധാനമന്ത്രി 25 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി RSSന്റെ കേന്ദ്ര കാര്യാലയത്തിൽ ചെന്നു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം.